ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചിദംബരത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബാലൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇതിൻ്റെ ഒരു രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തുമാധവൻ, ആവേശത്തിൻ്റെ ഡയറക്ടർ ജിത്തുമാധവനാണ് കഥ എഴുതുന്നത്. പൈങ്കിളി എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാലൻ്റെ റൈറ്റർ പുള്ളിയാണ്. പിന്നെ അതുപോലെ മഞ്ഞുമലിൻ്റെ ടീം. മഞ്ഞുമലിൻ്റെ റൈറ്റർ ആയിരുന്നു. മഞ്ഞുമലിൻ്റെ റൈറ്റർ ചിദംബരം തന്നെയായിരുന്നു അറിയുന്നു. പിന്നെ ഇതിൻ്റെ ടീമെന്ന് പറയുമ്പോൾ ഷൈജു കാരത്, ക്യാമറ അജയൻ ചാലശ്ശേരി, പ്രൊഡക്ഷൻ ഡിസൈനർ, മ്യൂസിക് സുഷിൻ ശ്യാം. സോ ക്രൂ വൈസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പടം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ നമുക്ക് അതിൻ്റെ ക്രൂവിന് വേണ്ടിയാണ് നമ്മുടെ ഇനിഷ്യൽ. അതെ, ഒന്നും കാണണ്ട നമുക്ക്. ഈ പടത്തിനെ പറ്റി ആകെ ഒരു പോസ്റ്റർ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതിനകത്ത് തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്, പയ്യൻ്റെ ഫേസിൽ കൂടെ 3 വരെയും. അതെ, കുറച്ചധികം 2-3 പോസ്റ്റർ ഇറങ്ങിയതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. മുതിർന്ന ഒരാളല്ലേ ഓടിക്കൊണ്ടിരുന്നത്? അതെ അതെ. എന്റെ പുതിയ പേരെന്താ? ഈ പയ്യനെ കണ്ടോ? പറയാൻ പറ്റില്ല. പേരുണ്ട ഗിരീഷ് വണ്ണം കുറച്ചല്ലേ? കുറച്ച് മറ്റേ ഷോട്ട് ടൊവിനോ. ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു നോക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. വിഷം കൊടുക്കാൻ വേണം പയ്യൻ പറയുന്നത്. അത് ടോവിനല്ലേ ശബ്ദം? ഇത് ചരട് മണിയുണ്ട്. അത് നേരത്തെ ഒരു അമ്മൂമ്മ തോക്ക് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടല്ലേ, ആ അമ്മൂമ്മയുടെ ഇതാന്ന് തോന്നുന്നത്. 19-ാം തീയതി ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് അതിൻ്റെ സിനിമ. അതാണ് ഇപ്പം നമുക്ക് ഇത് തന്നെ നമ്മളെ ഈ പടം കാണിക്കാനുള്ളൊരു വലിയ ഒരു റീസണായി മാറുകയാണ് ഈ ട്രെയിലർ തന്നെ. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചൈൽഡ് ആക്ടേഴ്സിന്റെ അഭിനയം. പിന്നെ ഭയങ്കര അമ്മ വേഷം ചെയ്ത ആളെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ അതാ ചോദിക്കുന്നത്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര രസമുണ്ട് പുള്ളിക്കാരത്തി, ഒരു ഭയങ്കര ഫാക്ടർ. അതെ, അത് സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. നമ്മുടെ അവരുടെ ഷോട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഭയങ്കര ശ്രദ്ധിക്കും അവരെ. പിന്നെ ലൊക്കേഷൻ, ആ ഒരു മരങ്ങളുടെ അതെവിടെയാണ്, നമ്മൾ ആൻഡമാനിക്ക് ആ ടെറൈനില്ലേ അവിടെ കാണുന്ന പോലെ ഭയങ്കര മരങ്ങളും, പിന്നെ കർണാടകയിലൊക്കെ അങ്ങനത്തെ കാടുകൾ, ഇതിൻ്റെ ആ ടെറൈൻ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എവിടെയായിരുന്നു ടൊവിനോടെ ഒരു മിന്നായം പോലെ ടൊവിനെ കാണിച്ചിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ബാലൻ ബോയ്, അതാണ് എനിക്ക് തോന്നുന്നത്. ടൊവിനോടെ ചെറുപ്പമാണോ ഈ പയ്യൻ? അല്ല, അങ്ങനെ അല്ലായിരിക്കും. അല്ല, ആർക്കോ ഒരാൾക്കൊരു തോട്ട് പ്രോസസ്സിൽ മാത്രം നടക്കുന്ന എന്തോ ഒരു എലമെന്റ് ഉണ്ട്. അതായത് ഈ കാണിച്ചതിൽ ഉപരി ഈ ഒരു ക്യാരക്ടർ തുറക്കാൻ ലോറിക്ക് പിന്നിൽ ഓടുന്നില്ലേ, അത് ആദ്യം ഒരു വലിയ ക്യാരക്ടർ ഓടുന്ന ആൾ ടൊവിനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പയ്യനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, ഈ പയ്യൻ വളർന്നു വരുന്ന ആളാണോ
അപ്പോൾ ഈ ടൊവിനോട് ചോദിക്കുമ്പോൾ ടൊവിനോടെ അങ്ങനെ ഏതോ ഒരു പടത്തിലെ ഒരു എലമെന്റ് ഇല്ല, അതായത് അയാളുടെ തന്നെ യങ്ങർ വേർഷനെ യങ്ങർ വേർഷനുമായിട്ട് സംസാരിക്കുന്നത് ഏതോ ഈയുടെ അടുത്തിടയ്ക്ക് കണ്ടൊരു ഇതിനകത്തുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നത് അത് ഏതായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അവർ തമ്മിൽ ഇങ്ങനെ കോൺവെർസേഷൻ ഉണ്ടാവും കോൺസ്റ്റന്റ്ലി. തമിഴ് പടമായിരുന്നു, ഓർക്കുന്നില്ല ഞാൻ പെട്ടെന്ന്. ഞാൻ മനസ്സിലായി എനിക്ക്, അതായത് കണ്ട പോലെ ഓർമ്മയുണ്ട്. പക്ഷേ ഇത് പടം അതെ അയാളുടെ തന്നെ കുട്ടിക്കാലമായിട്ട് കോൺസ്റ്റന്റ്ലി ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടും എന്ന് പറയുന്ന എലമെന്റ് ആണോ. അമ്മയും മകനും ഇങ്ങനെ പേര് മാറ്റി 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 ഇങ്ങനെ പല സ്ഥലങ്ങളും മാറി മാറി വരുന്ന അതെ ആ ഒരു എലമെന്റ് ഉണ്ട് സംഭവം. ആ കൊച്ചിലൊക്കെ പറഞ്ഞേ വിഷം കൊടുക്കമ്മേ എന്ന് വെച്ച് ആ തള്ള തോക്കിയോട് കൂടെ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഈ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന എലമെന്റുകൾ. അതൊക്കെ എന്തായിരിക്കും അതിന് കാരണമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. ഡയറക്ടിങ്ങും റൈറ്റിങ് അങ്ങനെ. അതും മഞ്ഞുമ്മൽ ബോയ്സ് പോലെ ഇത്രയും വലിയൊരു ഹിറ്റായ ഒരു പടം, എത്ര ഹിറ്റ്, ഇൻഡസ്ട്രി ഹിറ്റായ പടം, ആ 200 കോടി കളക്ഷനൊക്കെ നേടി. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡയറക്ടർ രണ്ടാമത് പുള്ളിയുടെ 3-ാം സിനിമയാണ്. അതിന് ശേഷം ചെയ്തൊരു സിനിമ എന്ന് ആലോചിക്കുമ്പോൾ പുള്ളിക്ക് എത്രയോ വലിയ ബജറ്റ് പടം ചെയ്യാൻ പറ്റും. ബട്ട് പുള്ളി സെലക്ട് ചെയ്തത് ഇങ്ങനൊരു ഫിലിമാണ്. അത് തന്നെയാണ് കുറച്ച് എക്സൈറ്റിംഗ് എലമെന്റ്. അല്ല ഇതിപ്പം മലയാളത്തിലാണ് അങ്ങനെ കൂടുതലും കണ്ടിട്ടുള്ളത്. നമ്മൾ വേറെ ലാംഗ്വേജിലാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മറ്റേ വലിയ ബിഗ് സ്റ്റാർസിനെ വെച്ചൊരു വലിയ പടങ്ങൾ. അതാണ് അവരുടെ എയിം. എനിക്ക് ഈ പടം ചെയ്തിട്ട് എനിക്ക് ഇനിയിപ്പം അങ്ങോട്ട് പോകണം. അതെ, ഇവിടെയും ഉണ്ട് അങ്ങനെ. എന്നാലും പക്ഷെ ഇത് കണ്ടോ, ഇത്രയും വലിയൊരു പടങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരുന്നത് വീണ്ടും ഒരു ചെറിയ, അതായത് ഒരു സ്റ്റാർ വാല്യൂയും ഇല്ലാത്ത ഒരു മെയിൻ സെൻട്രൽ ക്യാരക്ടറാണ് ആ പയ്യൻ. അവിടെയാണ് അതിൻ്റെ എക്സൈറ്റിംഗ്. ഈ പടത്തെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടെക്നീഷ്യൻസിനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് നമ്മളിപ്പം അഭിനവ് സുന്ദർ നായിക്കണം പുള്ളിയുടെ ഹോളിവുഡ് ടൈംസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഗതിയാണ് അതിൻ്റെ ചൈൽഡ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ഓക്കെയാണ്. ബട്ട് ഇത് വരുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചേ കണ്ടിട്ടുള്ളെങ്കിലും എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് തോന്നി. ഒരു പയ്യൻ ഇരുന്ന് അഭിനയിക്കുന്നു എന്നതിലുപരി എനിക്ക് ആ പയ്യനെ കാണുമ്പോൾ എന്താണ് അവൻ്റെ മനസ്സിൽ നിന്ന് വായിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ഇൻട്രസ്റ്റ് പുള്ളിയുടെ ആക്ടിങ്ങിലുണ്ട്. എനിക്ക് തോന്നി ഇങ്ങനെ ആരുടെയോ മൈൻഡിൽ ഓടുന്നൊരു എലമെൻ്റ് ഉണ്ട്. ഒന്നെങ്കിൽ അമ്മ അവൻ്റെ മൈൻഡിലുള്ള എലമെൻ്റ് ആയിരിക്കാം എന്നൊക്കെ തോന്നുന്നു. ജൂൺ 19 അറിയാം എല്ലാത്തിനുള്ള ഉത്തരം. FDFS ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഡിസ്കഷൻ വീഡിയോ ഇപ്പോൾ വരും എന്നുള്ളത് പിന്നെ പറയാം. പിന്നെ സുഷിൻ ശ്യാം എലമെൻറ്റും ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ ഫുൾ മ്യൂസിക്കും വിഷ്വലും ആണ് ഇതിൻ്റെ ട്രെയിലറിനെ. അതന്നെ ഈ പടത്തിൻ്റെ പിന്നിലുള്ള ടെക്നീഷ്യന്മാരാണ് ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് എലമെൻറ്റുകൾ ഇപ്പം വരെ. ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് പിന്നിലുള്ളവർ മാത്രമല്ല ഉള്ളിലുള്ളവരും ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട്. സോ അതുകൊണ്ട് പിന്നെ ഗിരീഷ് ഷേഡിയുടെ ഒരു ഫസ്റ്റ് അല്ല, ഇതിന് മുമ്പ് പുള്ളിയുടെ പടത്തിൽ ഏത് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ എവിടെ സ്ക്രീനിൽ കണ്ടു. ഏതൊരു പടത്തിൽ പുള്ളി ചെയ്തിട്ടുണ്ടോ, എന്തോ ചെറിയ റോള് ചെയ്തിട്ടുണ്ടോ? അത് കൊള്ളായിരുന്നു പോലീസുകാരനായിട്ട്. സോ നോക്കാം. അപ്പോൾ ഏതായാലും ബാലൻ വരട്ടെ. ജൂൺ 19 നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും.